ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ഭയങ്കര ബിസി ആയിരിക്കും അല്ലേ? കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാകും. ആ ദിവസം നമുക്ക് ഭക്ഷണം വിശാലമായിട്ട് ഉണ്ടാക്കാനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. അതുപോലെ തന്നെ നമുക്കുണ്ടാക്കാനുള്ള മനസ്സും കാണുകയില്ല. അങ്ങനെയുള്ള ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു രുചികരമായിട്ടുള്ള ഒരു വൺ പോട്ട് മീലാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് 1 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ജീരകശാല റൈസാണ്. ബാസ്മതി റൈസ് ആണെങ്കിൽ നല്ലതാണ്. ഇത് നന്നായി കഴുകി 20 മിനിറ്റ് കുതിർക്കാനായിട്ട് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഒരു സവാള സ്ലൈസ് ചെയ്തെടുക്കാം. ഇതിൽ വെളുത്തുള്ളി കുറച്ച് കൂടുതലായിട്ട് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് വലിയ ഒരു വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. 2 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. അതും ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇത് ഒട്ടും തന്നെ എരിവില്ലാത്ത പച്ചമുളകാണ്. ഇനി ഒരു ക്യാപ്സിക്കം കൂടി കട്ട് ചെയ്ത് വയ്ക്കാം. ക്യാപ്സിക്കം എന്ത് കളറായാലും നല്ലത് തന്നെയാണ്. ഈ ചോറ് കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ വേണ്ടി ഞാനൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. കുറച്ച് ലീഫ് കൂടി ചേർക്കാമെന്ന് വെച്ചു. ഇത് പാലക് ലീവ്സാണ്. ഇതിന് പകരമായിട്ട് ചീര, ചുമന്ന ചീരയോ പച്ചച്ചീരയോ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ തണ്ട് എടുക്കുന്നില്ല, ഇല മാത്രം എടുക്കാം. ചീരയൊക്കെ വാങ്ങുമ്പോൾ 4-5 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നോക്കുകയും വേണം. മടങ്ങിയിരിക്കുന്ന ഇലയ്ക്കകത്തൊക്കെ മണ്ണും പുഴുവൊക്കെ ഉണ്ടാവും. ഇതിനി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ പാലക് ലീവ്സ് വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ്. ചപ്പാത്തിയും പൊറോട്ടയും ഒക്കെ ഉണ്ടാക്കാൻ ഈ പാലക് ലീവ്സ് വളരെ നല്ലതാണ്. 200 ഗ്രാം മഷ്റൂംസ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ ബട്ടൺ മഷ്റൂമാണ്. ഇതൊന്ന് സ്ലൈസ് ചെയ്ത് വയ്ക്കാം. ഇനി വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് റൈസ് ഉണ്ടാക്കാം. ഇതിനായിട്ട് വലിയൊരു പാനാണ് ഞാൻ എടുത്തിരിക്കുന്നത്, പരന്ന പാനാണ്. ഇത്തരത്തിലുള്ള ഫ്രൈഡ് റൈസും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലുള്ള പരന്ന പാത്രത്തിലാണെങ്കിൽ ചോറ് പെട്ടെന്നൊന്നും കുഴഞ്ഞു പോവുകയില്ല. പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ ജീരകമിടാം. ഞാനിതിൽ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിഷ്ടമുള്ള ഏത് ഓയിലും ഉപയോഗിക്കാം. നെയ്യും ഉപയോഗിക്കാവുന്നതാണ്. ജീരകം ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും ഈ സവാളയും വെളുത്തുള്ളിയും കൂടി ചേർക്കാം. ഇത് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ബ്രൗൺ നിറമൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇതിൽ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും പച്ചമുളകും മഷ്റൂമും കൂടി ചേർക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ 1-2 മിനിറ്റ് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചേർക്കാനുള്ളത് ക്യാപ്സിക്കമാണ്. അതും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇതിൽ കൂടുതൽ മസാലയുടെ ഒന്നും ആവശ്യമില്ല. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറുമാണ് ചേർക്കുന്നത്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഈ ലീഫ് ചേർക്കാം. ലീഫ് ചേർക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഊറി വരാൻ തുടങ്ങും. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുതിർത്ത് വെച്ച് അരി ചേർക്കാം. അരി ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അരിയിൽ ചേർക്കേണ്ടത് നല്ല തിളച്ച വെള്ളമാണ്. നമ്മൾ 1 കപ്പ് അരിയാണല്ലോ എടുത്തത്, അതിൽ 2 കപ്പ് വെള്ളം ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാൻ 2 കപ്പ് നിറയെ ചേർക്കുന്നില്ല, കുറച്ച് വെള്ളം കുറച്ചാണ് ചേർക്കുന്നത്. ഇതിൽ മഷ്റൂം ചേർത്തിരിക്കുന്നതുകൊണ്ട് മഷ്റൂമിൽ നിന്നൊക്കെ വെള്ളം ഊറി വരും. കുതിർത്ത അരിയും കൂടിയാണല്ലോ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വെള്ളം ചേർക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ചേർക്കണം. കുറച്ച് വെള്ളം കുറഞ്ഞിരുന്നാലും കുഴപ്പമില്ല, പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യമേ കൂടുതൽ വെള്ളം എടുത്തങ്ങ് ഒഴിക്കണ്ട. ഓരോ ബ്രാൻഡ് അരിയുടെ വ്യത്യാസമനുസരിച്ച് ഇത് കൂടിയും കുറഞ്ഞും ഇരിക്കും. അരി നന്നായി തിളച്ചതിന് ശേഷം സ്റ്റൗ ലോ ആക്കി വയ്ക്കുക. ഇപ്പോൾ 7 മിനിറ്റ് കഴിഞ്ഞു. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം, അടിയിൽ വെള്ളമുണ്ടോ, ഇത് നന്നായിട്ട് വെന്തോ എന്നൊക്കെ ഉള്ളത്. ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. നാരങ്ങ നീരൊന്നും ഇപ്പോൾ ചേർത്തതല്ല. ഇനി ലാസ്റ്റിലാണ് ഞാൻ നാരങ്ങ നീര് ചേർക്കാൻ പോകുന്നത്. എന്നിട്ടും ഈ ജീരകശാല റൈസ് ആയതുകൊണ്ട് വളരെ നല്ലതാണ്, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയില്ല. ഈ ഒരു റൈസിന് നല്ലൊരു മണമാണ്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി തൂകാം.
വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റി ആയിട്ടുമുള്ള ഒരു വൺ പോട്ട് മീലാണ്. അധികം മസാലകൾ ഒന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ മീൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുറച്ച് കട്ട തൈരിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. സലാഡിനോടൊപ്പവും നല്ലതാണ്. ഞാനിത് കട്ട തൈരിനോടൊപ്പം കുറച്ച് ചില്ലി ഫ്ലേക്സും ഉപ്പും മാത്രമാണ് ഇട്ടത്. അപ്പോൾ ഇനി ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ ബുദ്ധിമുട്ടണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കഴിക്കാവുന്ന ഒന്നാണ്. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.